നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. 2026 ഇന്ത്യക്കും ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും മാറ്റത്തിന്റെ വർഷം. വരാനിരിക്കുന്നത് താരിഫിന്റെ പ്രത്യാഘാതമെന്ന് HSBC. ആഗോള ഇന്ധന വിപണിയിൽ വീണ്ടും അനിശ്ചിതത്വം. വെനസ്വേലയ്ക്കെതിരെയുള്ള അമേരിക്കയുടെ സാമ്പത്തിക നീക്കങ്ങളും നൈജീരിയയിലെ സൈനിക നടപടികളും വിലയെ സ്വാധീനിക്കുന്നു. ഇന്ത്യ ചൈന ബന്ധത്തിലെ അമേരിക്കയുടെ ഇടപെടലുകളിൽ നിക്ഷേപകർക്ക് ആശങ്ക. ഇന്ത്യയെ ചതിച്ചെന്ന US ആരോപണം തള്ളി ചൈന. സ്വർണത്തിനും വെള്ളിക്കും പിന്നാലെ വൻ കുതിപ്പിൽ കോപ്പർ. ചരിത്രത്തിലാദ്യമായി മെട്രിക് ടണ്ണിന് $12,000 കടന്നു. $2025 ഇന്ത്യൻ ഓഹരി വിപണിയിലെത്തിയത് 335 IPOകൾ. IPOകളിലൂടെ കമ്പനികൾ സമാഹരിച്ചത് 1.95 ലക്ഷം കോടി രൂപയോളം. വാർത്തകൾ വിശദമായി. വാരാന്ത്യത്തിൽ ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 367 പോയിന്റ് ഇടിഞ്ഞ് 85,041 വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി 99 പോയിന്റ് നഷ്ടത്തിൽ 26,042 ക്ലോസ് ചെയ്തത്. വിശദാംശങ്ങളുമായി ജാസ്മിൻ ജമാൽ ചേരുന്നുണ്ട്. ജാസ്മിൻ, എന്തൊക്കെയാണ് വിപണിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ? ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 26,200 അല്ലെങ്കിൽ 26,100 മറികടന്നുകൊണ്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആ ലെവൽസ് ഒന്നും തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് വിപണി ക്ലോസ് ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. കൂടുതൽ സമയവും ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് നമുക്ക് നിഫ്റ്റി 15 കാണാൻ സാധിച്ചത്. 26,008 എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഇൻട്രാഡേ ലോ നിലവാരം എന്ന് പറയുന്നത്. 26,042 എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് നിഫ്റ്റി 50 ഇന്ന് ട്രേഡിംഗ് അവസാനിക്കുന്ന സമയത്ത് ഏകദേശം 100-നടുത്ത് പോയിന്റുകളുടെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസിംഗ് എടുത്തിരിക്കുന്നത്. അഗൈൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്തും 150-ലധികം പോയിന്റുകളുടെ ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. 0.5% കൂടുതലുള്ള ഒരു ഇടിവാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0.5%-ലധികം ഒരു ഇടിവ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് സൂചികയും ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സെക്ടേഴ്സിലുടനീളം വരുന്ന സമയത്ത് എല്ലാ സൂചികകളിലും ഒരു സെൽ ഓഫ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത്. ഏറ്റവും അധികം ഇടിവിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് IT ഇൻഡെക്സ് തന്നെയാണ്. IT യെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 1% അടുത്ത് നിൽക്കുന്ന ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ക്ലോസിംഗ് ബേസിസിലേക്ക് വരുന്ന സമയത്ത് IT-യുടെ ഇടിവെന്ന് പറയുന്നത് ഏകദേശം ആ ഒരു 1% മറികടന്നുകൊണ്ടുള്ള ഒരു ഇടിവിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. 0.5% കൂടുതൽ ഇടിവ് ഓട്ടോ മേഖല രേഖപ്പെടുത്തിയപ്പോൾ 0.5% കൂടുതലാണ് ഹെൽത്ത് കെയർ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇടിവ് എന്ന് പറയുന്നത്. ഇന്ന് ഒരു അല്പം പോസിറ്റിവിറ്റി കൂടുതൽ കണ്ടിട്ടുള്ളത് മെറ്റൽ മേഖലയിൽ തന്നെയാണ്. 0.5% കൂടുതൽ മുന്നേറ്റം മെറ്റൽ മേഖല രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസിംഗ് എടുത്തിരിക്കുന്നു. ഇന്ത്യൻ ഓഹരി വിപണി ഇന്നും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ജാസ്മിൻ ജമാലാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. 2026 ഇന്ത്യക്കും ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും മാറ്റത്തിൻ്റെ വർഷമായിരിക്കുമെന്ന് റിപ്പോർട്ട്. കാത്തിരിക്കുന്നത് താരിഫിൻ്റെ പ്രത്യാഘാതമെന്നും HSBCയുടെ മുന്നറിയിപ്പ്. 2025 ലോകം കണ്ടത് വലിയ തോതിലുള്ള വ്യാപാര തീരുവയാണ്. നിലവിൽ ലോകത്തിലെ ശരാശരി താരിഫ് നിരക്ക് 14%. ഈ ഉയർന്ന തീരുവ ആഗോള സപ്ലൈ ചെയിനിനെ തകിടം മറിച്ചു. ഇതിന്റെ യഥാർത്ഥ പ്രത്യാഘാതം നിക്ഷേപം, പണപ്പെരുപ്പം, പലിശ നിരക്ക് എന്നിവയിൽ പ്രകടമാകാൻ പോകുന്നത് 2026-ലാണ്. ഓരോ രാജ്യവും അമേരിക്കയുമായി പുലർത്തുന്ന വ്യക്തിപരമായ ബന്ധവും ഉഭയകക്ഷി കരാറുകളും വരും വർഷങ്ങളിൽ ആഗോള വ്യാപാരത്തെ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് HSBC അസറ്റ് മാനേജ്മെന്റ് പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നത്. ഈ ആഗോള മാറ്റങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ പ്രഹരം ഏറ്റുവാങ്ങിയത് ഇന്ത്യൻ രൂപയാണ്. അത് നമ്മുടെ വ്യാപാര കമ്മിയെയും ബാലൻസ് ഓഫ് പേയ്മെന്റിനെയും സാരമായി ബാധിക്കുന്നുണ്ട്. റിസർവ് ബാങ്കിന്റെ ലിക്വിഡിറ്റി മാനേജ്മെന്റിന് പോലും ഇത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറക്കുമതി തീരുവകൾ വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിക്കും. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നാണ് അമേരിക്ക. അതിനാൽ തന്നെ പ്രധാനമായും അമേരിക്കയുമായുള്ള ഒരു വ്യാപാര കരാർ എന്ന് യാഥാർത്ഥ്യമാകും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ ഭാവി. ഈ കരാർ വൈകുന്നത് നിക്ഷേപകർക്കിടയിൽ അനിശ്ചിതത്വമുണ്ടാക്കുന്നു. കരാർ എപ്പോൾ വരും, അതിലെ നിബന്ധനകൾ എന്തൊക്കെയാകും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യൻ IT, ഫാർമ, ടെക്സ്റ്റൈൽ മേഖലകളുടെ ഭാവി. ചുരുക്കത്തിൽ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ഭദ്രമാണെങ്കിലും പുറത്തെ കൊടുങ്കാറ്റ് നമ്മുടെ വീടിനെയും ബാധിച്ചേക്കാം എന്ന അവസ്ഥയിലാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ.
ഈ പുറത്തെ കൊടുങ്കാറ്റിനെ ഇന്ത്യ എങ്ങനെ പ്രതിരോധിക്കും എന്നതിലാണ് ഇന്ത്യയുടെ ഭാവിയെന്നും റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള ഇന്ധന വിപണിയിൽ വീണ്ടും അനിശ്ചിതത്വം. വെനസ്വേലയ്ക്കെതിരെയുള്ള അമേരിക്കയുടെ സാമ്പത്തിക നീക്കങ്ങളും നൈജീരിയയിലെ സൈനിക നടപടികളും വിലയെ സ്വാധീനിക്കുന്നു. ഈ വർഷത്തെ ഏറ്റവും വലിയ ഇടിവിലേക്ക് എണ്ണ വിപണി നീങ്ങുമ്പോഴും നിക്ഷേപകർ അതീവ ജാഗ്രതയിലാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പ്രധാന എണ്ണ ഉൽപ്പാദകരായ വെനസ്വേലയ്ക്കും നൈജീരിയയ്ക്കും മേൽ രൂപപ്പെട്ട ഭൗമരാഷ്ട്രീയ സമ്മർദ്ദങ്ങളാണ് വിലയിൽ ഈ മാറ്റമുണ്ടാക്കിയത്. വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിക്ക് അടുത്ത 2 മാസത്തേക്ക് ക്വാറന്റൈൻ ഏർപ്പെടുത്താനാണ് വൈറ്റ് ഹൗസ് ഉത്തരവിട്ടിരിക്കുന്നത്. സൈനിക നടപടികൾക്ക് പകരം സാമ്പത്തിക ഉപരോധത്തിലൂടെ കാരക്കാസിനെ സമ്മർദ്ദത്തിലാക്കാനാണ് വാഷിംഗ്ടണിന്റെ നീക്കം. സമാനമായി നൈജീരിയയിലെ വടക്കു പടിഞ്ഞാറൻ മേഖലയായ സൊക്കോട്ടോയിൽ നടന്ന വ്യോമാക്രമണങ്ങളും വിതരണ ശൃംഖലയെ ബാധിക്കുമെന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു പ്രധാന തിരിച്ചടി കസാക്കിസ്ഥാനിൽ നിന്നാണ്. ഉക്രൈനിൽ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് കാസ്പിയൻ പൈപ്പ് ലൈൻ വഴിയുള്ള കയറ്റുമതിയിൽ ഡിസംബറിൽ 1/3 കുറവുണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളായ അമേരിക്കയുടെ ഔദ്യോഗിക ഇൻവെന്ററി വിവരങ്ങൾ തിങ്കളാഴ്ച പുറത്തുവരുന്നതോടെ വിപണിയുടെ ഗതി കൂടുതൽ വ്യക്തമാകും. ഗാലക്സി ഫ്യൂച്ചേഴ്സിലെ അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത് പ്രകാരം വിതരണ തടസ്സങ്ങളാണ് നിലവിൽ വിപണിയെ നയിക്കുന്നത്. എന്നാൽ 2020 ശേഷമുള്ള ഏറ്റവും വലിയ വാർഷിക ഇടിവിലേക്കാണ് ക്രൂഡ് ഓയിൽ നീങ്ങുന്നതെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു. ബ്രന്റ് ക്രൂഡ് ഏകദേശം 16%, WTI 18% ഈ വർഷം താഴേക്ക് പോയി. വരാനിരിക്കുന്ന വർഷത്തിൽ ആവശ്യകതയേക്കാൾ കൂടുതൽ വിതരണമുണ്ടാകുമെന്ന പ്രവചനമാണ് ഇതിന് കാരണം. ഇതിനിടെ ആഗോള വിപണിയിൽ വെള്ളി ചരിത്രത്തിലാദ്യമായി 1 ഔൺസ് വെള്ളിക്ക് $75 എന്ന മാന്ത്രിക സംഖ്യ കടന്നു. ഉക്രൈൻ റഷ്യ യുദ്ധം, വെനസ്വേലയ്ക്കെതിരെയുള്ള US ഉപരോധം എന്നിവ നിക്ഷേപകരെ വെള്ളിയെ ഒരു സുരക്ഷിത നിക്ഷേപമായി കാണാൻ പ്രേരിപ്പിച്ചതാണ് മുന്നേറ്റത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ ചൈന ബന്ധത്തിലെ അമേരിക്കയുടെ ഇടപെടലുകളിൽ ആശങ്കയിൽ നിക്ഷേപകർ. ഇന്ത്യയെ ചതിച്ചെന്ന് US-ന്റെ ആരോപണം തള്ളി ചൈന. അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് ചൈനയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ചൈനീസ് ചിപ്പിന് 2027 താരിഫ് ചുമത്തുമെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. ഒപ്പം ഇന്ത്യയെ ചൈന ചതിക്കുകയാണെന്ന റിപ്പോർട്ടും പെന്റഗൺ പുറത്തുവിട്ടു. ചൈനീസ് വിദേശകാര്യ വക്താവ് ലിൻ ജിയാൻ ഈ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ചൈനയുടെ പ്രതിരോധ നയത്തെ വികലമാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നും മറ്റു രാജ്യങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കി സ്വന്തം സൈനികാധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണിതെന്നും ചൈന കുറ്റപ്പെടുത്തി. അതിർത്തി പ്രശ്നം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി വിഷയമാണെന്നും അതിൽ 3ാം കക്ഷിയായ അമേരിക്ക അഭിപ്രായം പറയേണ്ടതില്ലെന്നും നിലവിൽ അതിർത്തിയിലെ സാഹചര്യം സുസ്ഥിരമാണെന്നും വിനിമയങ്ങൾ സുഗമമായി നടക്കുന്നുണ്ടെന്നും ലിൻ ജിയാൻ വ്യക്തമാക്കി. അതേസമയം അമേരിക്കയുടെ ഇടപെടലുകൾ വിപണിയിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ചേക്കാമെന്നും 2026 കടക്കുമ്പോൾ ഈ 3 ശക്തികൾക്കുമിടയിലുള്ള ബന്ധം ആഗോള സാമ്പത്തിക ക്രമത്തിൽ നിർണായകമാകുമെന്നുമാണ് സാമ്പത്തിക രാഷ്ട്രീയ വിദഗ്ധരുടെ വിലയിരുത്തൽ. ചുരുക്കത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നത് തങ്ങളുടെ ഏഷ്യൻ സ്ട്രാറ്റജിക്ക് തിരിച്ചടിയാകുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. എന്നാൽ ഈ ബന്ധം തന്ത്രപരമായ ഉയരത്തിൽ നിന്നും ദീർഘകാലാടിസ്ഥാനത്തിലുമാണ് തങ്ങൾ കാണുന്നത് എന്നാണ് ചൈനീസ് പക്ഷം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്വർണത്തിനും വെള്ളിക്കും പിന്നാലെ വൻ കുതിപ്പിൽ കോപ്പർ. ചരിത്രത്തിലാദ്യമായി മെട്രിക് ടണ്ണിന് $12,000 എന്ന റെക്കോർഡ് നിലവാരം കടന്നു. ലോകത്തിലെ വ്യാവസായ നിർമ്മാണ മേഖലകളുടെ ആരോഗ്യമളക്കുന്ന ഒരു ബാരോമീറ്ററാണ് കോപ്പർ. എന്നാൽ ചെമ്പിന്റെ ഇത്തവണത്തെ വിലക്കയറ്റത്തിന് പിന്നിൽ ഡിമാൻഡിനേക്കാൾ ഉപരിയായി വിതരണ ശൃംഖലയിലെ വൻ അട്ടിമറികളാണ് വില്ലനാകുന്നത്. പ്രധാന കാരണം അമേരിക്കയുടെ പുതിയ താരിഫ് പോളിസികളാണ്. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുമെന്ന ഭയത്താൽ ലോകമെമ്പാടുമുള്ള വ്യാപാരികൾ ചെമ്പ് വാരിക്കൂട്ടുകയാണ്. ഈ ഫ്രണ്ട് റണ്ണിംഗ് വിപണിയിൽ കൃത്രിമമായ ക്ഷാമം സൃഷ്ടിക്കുകയും വില കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്യുന്നു. ഖനന മേഖലയിലെ തടസ്സങ്ങൾ, അയിരുകളുടെ ഗുണനിലവാരത്തിലുണ്ടായ ഇടിവ്, കാലങ്ങളായി ഈ മേഖലയിലുള്ള നിക്ഷേപക്കുറവ് എന്നിവയും വെല്ലുവിളിയാണ്. ലാറ്റിൻ അമേരിക്കയിലെയും ഇന്തോനേഷ്യയിലെയും പ്രമുഖ ഖനികളിലുണ്ടായ പ്രശ്നങ്ങൾ വിതരണത്തെ സാരമായി ബാധിച്ചു. സിൽവർ വിപണിയിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും ഊഹക്കച്ചവടക്കാർ സജീവമാണെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു. അതിനാൽ ഈ വിലക്കയറ്റം പ്രധാനമായും വിതരണത്തിലെ തടസ്സങ്ങൾ മൂലമായതിനാൽ താരിഫ് ഭീഷണികൾ ഒഴിഞ്ഞാലോ ട്രേഡ് റൂട്ടുകൾ സാധാരണ നിലയിലായാലോ വിപണിയിൽ ചെമ്പിന്റെ അതിപ്രസരമുണ്ടായേക്കാം. അങ്ങനെ സംഭവിച്ചാൽ എത്ര വേഗത്തിലാണോ വില ഉയർന്നത് അത്ര തന്നെ വേഗത്തിൽ ഒരു തകർച്ചയ്ക്കും സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതിനിടെ ആഗോള വിപണിയിൽ ചെമ്പ് വില റെക്കോർഡുകൾ ഭേദിക്കുമ്പോൾ ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിന്റെ ഓഹരി വില 15 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് കുതിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ 21% നേട്ടമാണ് ഓഹരി നൽകിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
2025 ഇന്ത്യൻ ഓഹരി വിപണിയിലെത്തിയത് 335 IPOകളാണ്. ഈ IPOകളിലൂടെ കമ്പനികൾ സമാഹരിച്ചത് 1.95 ലക്ഷം കോടി രൂപയോളം വരുമാനമെന്നാണ് കണക്കാക്കുന്നത്. AI ഉൾപ്പെടെ പുതിയ മേഖലകളിലെ കമ്പനികളും ഈ വർഷം IPOയുമായി എത്തിയിട്ടുണ്ട്. മിക്ക കമ്പനികളുടെയും IPO ഓവർ സബ്സ്ക്രിപ്ഷൻ നിരക്കുകൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇന്ത്യൻ ഓഹരികളുടെ വളർച്ചയും ശക്തമായ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരുടെ പിന്തുണയുമൊക്കെ IPO വിപണിക്കും നേട്ടമായതായി മോത്തിലാൽ ഒസ്വാൾ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ 2 വർഷമായി IPOകൾക്കെത്തുന്നത് വിവിധ മേഖലകളിലെ കമ്പനികളാണ്. ഇത് വിപണിയിലെ പോസിറ്റീവ് പ്രവണത സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിലെ IPO, QIP, OFS ഇഷ്യൂ എന്നിവ വിശകലനം ചെയ്താൽ 2025 106 മെയിൻ ബോർഡ് IPOകളിലായി 1.83 ലക്ഷം കോടി രൂപ കമ്പനികൾ സമാഹരിച്ചതായി മോത്തിലാൽ ഒസ്വാൾ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം 259 IPOകൾ SME വിഭാഗത്തിലാണ്. 2025 പുതിയ ലിസ്റ്റിംഗുകളിൽ മുന്നിലുള്ളത് NBFC വിഭാഗമാണ്. ക്യാപിറ്റൽ ഗുഡ്സ്, ടെക്നോളജി, ഹെൽത്ത് കെയർ, കൺസ്യൂമർ ഡ്യൂറബിൾസ് വിഭാഗം തൊട്ടുപിന്നിലുണ്ട്. ഇതിനു വിപരീതമായി 2024 ഓട്ടോമൊബൈൽ കമ്പനികളായിരുന്നു മുന്നിൽ. ടെലികോം, ക്യാപിറ്റൽ ഗുഡ്സ്, റീറ്റെയിൽ വിഭാഗങ്ങളായിരുന്നു തൊട്ടുപിന്നിലുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് റെക്കോർഡുകൾ തിരുത്തി എഴുതുകയാണ് സ്വർണ്ണവില. ഗ്രാമിന് ഇന്ന് 70 രൂപ ഉയർന്ന് 12,835 രൂപയായി. പവന് 560 രൂപ ഉയർന്ന് 1,02,680 രൂപയിലെത്തി. 18 ക്യാരറ്റ് ഗ്രാമിന് 10,630 രൂപയാണ് നിരക്ക്. വെള്ളിവില ഗ്രാമിന് 240 രൂപയിലാണ് വ്യാപാരം നടന്നത്. 2026 ഇന്ത്യക്കും ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും മാറ്റത്തിന്റെ വർഷം. വരാനിരിക്കുന്നത് താരിഫിന്റെ പ്രത്യാഘാതമെന്ന് HSBC. ആഗോള ഇന്ധന വിപണിയിൽ വീണ്ടും അനിശ്ചിതത്വം. വെനസ്വേലയ്ക്കെതിരെയുള്ള അമേരിക്കയുടെ സാമ്പത്തിക നീക്കങ്ങളും നൈജീരിയയിലെ സൈനിക നടപടികളും വിലയെ സ്വാധീനിക്കുന്നു. ഇന്ത്യ ചൈന ബന്ധത്തിലെ അമേരിക്കയുടെ ഇടപെടലുകളിൽ നിക്ഷേപകർക്ക് ആശങ്ക. ഇന്ത്യയെ ചതിച്ചെന്ന US ആരോപണം തള്ളി ചൈന. സ്വർണത്തിനും വെള്ളിക്കും പിന്നാലെ വൻ കുതിപ്പിൽ കോപ്പർ. ചരിത്രത്തിലാദ്യമായി മെട്രിക് ടണ്ണിന് $12,000 കടന്നു. ഇന്ത്യൻ ഓഹരി വിപണിയിലെത്തിയത് 335 IPOകൾ. IPOകളിലൂടെ കമ്പനികൾ സമാഹരിച്ചത് 1.95 ലക്ഷം കോടി രൂപയോളം. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.